ഓക്കെ, സെക്കൻഡ് ടൈപ്പ് ഓഫ് എൽ സി ഡി എന്ന് പറയുന്നത് ഫീൽഡ് എഫക്റ്റ് ടൈപ്പാണ്. ഇതും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈനമിക് സ്കാറ്ററിങ് പോലെ തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് എക്സ്ട്രാ എന്തുണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 തിൻ പോളറൈസിങ് ഓപ്റ്റിക്കൽ ഫിൽറ്ററും കൂടി ഗ്ലാസ് ഷീറ്റിൻ്റെ ഇടയിൽ വന്നിട്ട് ഇരിക്കണമായിരിക്കും. ഇത് വന്നിട്ട് ഞാൻ ഇതിൻ്റെ യൂസ് എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ വെർട്ടിക്കൽ പോളറൈസിങ് ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ലൈറ്റിൽ നിന്ന് നമ്മൾ ട്വിസ്റ്റ് ചെയ്തിട്ട് ഹൊറിസോണ്ടലായിട്ട് മാറ്റിയിട്ട് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ 2 പോളറൈസിങ് പ്ലേറ്റ് വന്നിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ യൂസ് ചെയ്യുന്ന ലിക്വിഡ് ക്രിസ്റ്റൽ മെറ്റീരിയൽ പോലും നമുക്ക് 2 ടൈപ്പിലായിട്ടാണ് ഇരിക്കുന്നത്. ട്രാൻസ്മിറ്റീവ് ടൈപ്പുള്ള ലിക്വിഡ് സെൽസും യൂസ് ചെയ്യുന്നുണ്ട്, ലിക്വിഡ് ക്രിസ്റ്റൽസും. റിഫ്ലക്റ്റീവ് ടൈപ്പിലുള്ള ലിക്വിഡ് ക്രിസ്റ്റൽസും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ഈ സെൽസ് വന്നിട്ട് എന്താണ് എനർജൈസ്ഡ് ആകാതിരിക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ മോളിക്കുലർ അലൈൻമെൻറ്റ് വന്നിട്ട് വേറെ വേറെ രീതിയിലായിരിക്കും. അപ്പോൾ ബാക്ക് ലൈറ്റിൽ നിന്ന് വരുന്നത് വെർട്ടിക്കൽ പോളറൈസിങ്ങിൽ കൂടി കടന്നു വന്നിട്ട് നമുക്ക് ഈ ലിക്വിഡിൽ കൂടി ലിക്വിഡ് മോളിക്കുലർ വന്നിട്ട് ചരിഞ്ഞൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ വെർട്ടിക്കൽ ലൈറ്റ് വന്നിട്ട് ലിക്വിഡ് ക്രിസ്റ്റലിൽ കൂടി കടന്നു വരുമ്പോഴത്തേക്കും ഹൊറിസോണ്ടലായിട്ട് മാറും. ആ ഹൊറിസോണ്ടൽ ലൈറ്റ് എന്നിട്ട് പുറത്തേക്ക് വന്നിട്ട് ഹൊറിസോണ്ടൽ പോളറൈസിങ്ങിൽ കൂടി കടന്നു വരും. അത് കഴിഞ്ഞിട്ട് RGB ഫിൽറ്റർ ഉണ്ടാകും. അതിലെ കൂടി കടന്നു വന്നിട്ടാണ് നമുക്ക് കളറായിട്ട് നമുക്ക് വന്നിട്ട് കിട്ടുന്നത്. ഇവിടെ യൂസ് ചെയ്യുന്ന ലിക്വിഡ് ക്രിസ്റ്റൽ സെല്ലില്ലേ, അത് തന്നെ 2 ടൈപ്പ് ഉണ്ട്. ട്രാൻസ്മിറ്റീവ് ടൈപ്പും ഉണ്ട്, റിഫ്ലക്റ്റിംഗ് ടൈപ്പും ഉണ്ട്. ട്രാൻസ്മിറ്റീവ് ടൈപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സൈഡിലും ഗ്ലാസിൻ്റെ 2 സൈഡിലും വന്നിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സെൽസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. റിഫ്ലക്റ്റീവ് ടൈപ്പിനകത്ത് എന്തായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഗ്ലാസ് ഷീറ്റ്സിൻ്റെ ഒരു സൈഡ് വന്നിട്ട് റിഫ്ലക്റ്റിംഗ് സർഫേസ് ആയിരിക്കും നമുക്ക് യൂസ് ചെയ്യുന്നത്. ഇതാണ് 2 ടൈപ്പ്. ഇത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഉള്ളത് ഫുള്ളും പാരഗ്രാഫ് വന്നിട്ട് LED-ക്കും LCD-ക്കും ഉള്ള ഡിഫറൻസ് പോലെയൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. അത് ജസ്റ്റ് വായിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാകും. അതായത് LCD വന്നിട്ട് 7 സെഗ്മെൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും 25 മൈക്രോ ആംപ്സ് കറണ്ട് മാത്രമേ ആവശ്യപ്പെടുത്തുള്ളൂ. പക്ഷേ മറ്റേ LED-നകത്ത് 300 മൈക്രോ ആംപ്സ് വന്നിട്ട് ആവശ്യപ്പെടും. പിന്നെ LED വന്നിട്ട് DC വെച്ചിട്ടും നമുക്ക് വർക്കാകാൻ പറ്റും. പക്ഷേ LCD വന്നിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ AC ആണ് നമുക്ക് വേണ്ടത്. പിന്നെ LCD വർക്ക് ചെയ്യാനുള്ള വോൾട്ടേജാണ് തന്നിരിക്കുന്നത്. 30 വോൾട്ട് 50 ഹെർട്സ് എങ്കിലും നമുക്ക് ആവശ്യം വരുന്നതാണ്. പിന്നെ അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോഴത്തേക്കും പവർ കൺസപ്ഷൻ വന്നിട്ട് കുറവാണ്. കറണ്ടിൻ്റെ യൂസ് പറഞ്ഞില്ലായിരുന്നോ, അങ്ങനെ കുറവാണ്. പിന്നെ ലോ കാസ്റ്റാണ്. പിന്നെ ലാർജ് ഏരിയ സൈസിലൊക്കെ LCD യൂസ് ചെയ്യാൻ പറ്റും. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോഴത്തേക്കും സ്ലോ ആയിട്ടുള്ള ഒരു ഡിവൈസസ് ആണ്. AC-യിൽ മാത്രമേ നമുക്കിത് കൂടുതലും യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ലാർജ് ഏരിയക്ക് മാത്രമേ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സ്മോൾ ഏരിയ സൈഡിൽ അധികം യൂസ് ചെയ്യാൻ പറ്റത്തില്ല.